10ലും 12ലും പഠിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോട് കൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാം. രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോട് കൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛനെ വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രനെ കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണ് ഇടായത്, എന്നാലും ഇങ്ങനെ ചെയ്യാവൂ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലുള്ള ഒരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്. മാഡം കഥയൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉള്ളത് പറയാം, മാഡത്തിന്റെ മേയർ സ്ഥാനം തരാമെന്ന് പറഞ്ഞ പറ്റിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ സ്റ്റോറിയായിട്ട് ഒട്ടും മാച്ച് ആവുന്നില്ല, ഒട്ടും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. അതാണ് സത്യം. ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള മാഡം ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ മൈക്ക് കാണുമ്പോൾ എന്തിനും വിളിച്ച് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് മാധ്യമങ്ങളുടെ മുന്നിലാണെന്ന് ഒന്ന് ഓർക്കണമായിരുന്നു. അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കഥ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് മാധ്യമ പ്രവർത്തകരെ കുറ്റം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. പറയേണ്ടതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നത് കുട്ടിക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത കഥ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കുകയുള്ളൂ. കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോ ായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിൽക്കുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്.